പതിവ് പോലെ രാവിലെ വെളിയിലോട്ട് വായി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്ന് എണീറ്റ് താമസിച്ചാന്നേ. ഉണർന്നു, പക്ഷേ എണീക്കാനൊക്കെ ഇച്ചിരി താമസിച്ച്. ആർക്കെങ്കിലും പോകണ്ടല്ലോ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. രാവിലെ എണീക്കാതെ ഇച്ചിരി നേരം കൂടെ ഒന്ന് കിടക്കാനായിട്ടുള്ള സമയം. അതൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി കേട്ടോ. അപ്പവും പിന്നെ നമ്മുടെ ചമ്മന്തി ചതച്ചാണേ ഇന്ന്. ഇത് ഇങ്ങനെ കടുകൊന്നും വറക്കത്തില്ല കേട്ടോ, ചുമ്മാ ചതച്ചെടുക്കത്തേ ഉള്ളൂ. ഉള്ളിയും മുളക് പൊടിയും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് ചതച്ചെടുക്കത്തേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടുകൊന്നും വറക്കണ്ട, വറക്കാതെ നല്ല ടേസ്റ്റാണ്. അപ്പം കണ്ടോ, അച്ചുവാണ് ഇന്നലെ അരി അരച്ച് വെച്ചത്. അവൾ അരി അരച്ച് വെക്കുമ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റ് ആകുന്നുണ്ട് കേട്ടോ. ഓരോന്നോരോന്നൊക്കെ പഠിപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അപ്പത്തിന് അരി അരയ്ക്കാൻ അറിയത്തില്ലായിരുന്നു, ഇപ്പം അപ്പത്തിനൊക്കെ അരയ്ക്കാൻ അറിയാം. അങ്ങനെ അപ്പത്തിന് അരി അരച്ച് നല്ല അടിപൊളി അപ്പമാണ്. വട്ടയപ്പം ഉണ്ടാക്കാൻ നല്ല മാവാണത്. അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞ് ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വീണ്ടും കാണാവേ. ഇന്ന് നല്ല ജോലി തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചക്ക വേവിക്കാനുണ്ടായിരുന്നു, പിന്നെ ചക്കക്കുരു മെഴുക്കോട്ട് വെക്കാനുണ്ടായിരുന്നു, പിന്നെ മീൻകറി വെക്കാനുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കൂണ് മേടിച്ചുകൊണ്ട് വന്നു, കൂണ് തോരൻ വെച്ചു. അങ്ങനെ ഒരു ഭയങ്കര തിരക്കായിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ തിരക്കായിരുന്നെങ്കിലും നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. മീൻ വറുത്തതും മീൻകറിയും ചക്കക്കുരു മെഴുക്കോട്ടിയും ചക്കയും ചോറും എല്ലാം കൂടെ കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഊടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര മഴ. ഇന്ന് നേരത്തെ മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ വെള്ളോട്ടിറങ്ങുന്ന ഇറങ്ങി ഞാനെല്ലാം നോക്കി. പക്ഷേ ചെടിക്കൊക്കെ ഇപ്പോൾ 2 ദിവസം കൂടി വെള്ളമൊന്നും ഒഴിക്കേണ്ട. പക്ഷേ ഇവിടെ തൂക്കിയിട്ടേക്കുന്ന ചെടികളുണ്ടല്ലോ, നമ്മൾ മഴ പെയ്താലും വെള്ളം അങ്ങനെ കിട്ടത്തില്ലേ. അപ്പോൾ ആ ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളം കിട്ടുമെങ്കിൽ അങ്ങോട്ടൊന്ന് നീക്കി വിടണം. അപ്പോൾ ഞാനിങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് വന്ന് ചെടിയെല്ലാം ഒന്ന് നനയ്ക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഈ വേനൽ മഴ ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഒരു മഴക്കാലത്തിൻ്റെ ഒരു സിറ്റുവേഷൻ പോലെ തോന്നാറുണ്ട് കേട്ടോ. ഈ പെയ്യുന്ന മഴ രാത്രി വരെ ചിലപ്പോൾ അങ്ങ് നിൽക്കും കേട്ടോ. അന്നേരത്തേക്ക് നമ്മൾ ഈ മഴക്കാലത്തിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചെടിയെല്ലാം ഞാൻ ചെടിച്ചട്ടി ഇങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളം വീഴുന്ന ഓടിൻ്റെ പുറത്തുനിന്ന് വെള്ളം വീഴുന്നിടത്തോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ചെടിച്ചട്ടിക്കകത്തോട്ട് വീഴുകയും ചെയ്യും. നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുകയും വേണ്ട. അങ്ങനെ അതെല്ലാം ഒഴിക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ വെച്ചാൽ മഴ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് വെളിയിലിറങ്ങി ഇങ്ങനെ നോക്കിക്കുക. ചെറിയ ഇടിയും പടയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഇടിമുഴക്കമൊക്കെ പേടിയാണ്, കാറ്റുമൊക്കെ ഉണ്ട്. എന്നാലും മഴ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം പെരയ്ക്കകത്ത് നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ അത് വെളിയിലിറങ്ങി ഒന്ന് ചില മഴയൊക്കെ കൊണ്ട് തണുപ്പൊക്കെ കൊണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ചെടിയെല്ലാം ഇങ്ങനെ ഓരോ സൈഡിലെയും മുഴുവൻ ചെടിയും നമുക്കിങ്ങനെ നനയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ വാതൊക്കെ കിടക്കുന്ന മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് മഴ കൊള്ളിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതിനൊക്കെ എന്നാ മഴയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, തൂക്കിയിട്ടേക്കുന്ന ചെടികൾക്കൊക്കെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് വാടിപ്പോവും. അപ്പം അങ്ങനെ മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ ഒരു സ്ഥലം കൂടെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുക്കളയിലോട്ട് അടുത്ത ജോലിക്ക് വേണ്ടി കയറാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ മഴയൊക്കെ ചെന്നേരം കണ്ടതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടിയായിട്ട് ഇനി അടുക്കളയിലോട്ട് കയറാൻ തുടങ്ങുകയാണേ. വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ. അപ്പം ഞാൻ ഓർത്തു കുറച്ച് ചക്കപ്പഴം ഇരിപ്പുണ്ട്. അതായത് ചക്കപ്പഴം കൊണ്ട് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് ഉണ്ടാവും കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ബാക്കി ഗോതമ്പൊടി, ശർക്കരയും പിന്നെ അച്ചു എനിക്ക് തേങ്ങയൊക്കെ ചേർത്തിയെല്ലാം തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ചക്കയുടെ. പക്ഷെ കുമ്പിളപ്പാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുമ്പിളപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വഴനേല എന്നൊക്കെ പറയത്തില്ലേ, വഴനേല കുമ്പിളയില എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം നമുക്കിവിടെ കിട്ടാനില്ല ഇപ്പം. ഇവിടെ ഒന്നും ഇല്ല. എല്ലാം പറമ്പൊക്കെ തെളിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അതൊക്കെ വെട്ടിക്കളഞ്ഞേ. അപ്പം ഞാൻ അവിടുത്തെ വാഴയിലക്കകത്ത് തന്നെ ഉണ്ടാക്കാം. ഇവിടെ ഇവർക്ക് ഇങ്ങനെ വാഴയിലക്കകത്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. അപ്പം മഴയൊക്കെ പെയ്തിങ്ങനെ ഇരിക്കുമ്പം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഇന്നിപ്പോൾ നേരത്തെ മഴയായിരുന്നു കേട്ടോ. മറ്റേതൊരു 4 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു പെയ്യുന്നത്. ഇന്നിപ്പോൾ നേരത്തെ മഴ പെയ്തു. അപ്പോൾ ഞാനോട്ട് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാനൊന്നും ഇരിക്കണ്ട, എന്നാൽ പതി അടുക്കളയിലോട്ട് കയറി നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുമ്പിളപ്പമാണ് 4 മണിക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. രാവിലെ ജോലിയല്ല, ഞാനൊരു വൈകിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചായിരുന്നു. അതുകൊണ്ടാണ് രാവിലത്തെ ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തത്. ഇന്ന് നേരത്തെ 12 ആയപ്പോഴത്തേക്ക് ചോറും കറിയും എല്ലാം സെറ്റാക്കി. അപ്പോൾ നേരത്തെ ഉണ്ടാകും. പിന്നെ കുറച്ചൊരു സിനിമയൊക്കെ കണ്ടിരുന്നു. അങ്ങനെയല്ല ഇരുന്നപ്പോഴത്തേക്ക് കുറേ സമയമൊക്കെ പോയി. ഇനിയിപ്പോൾ എന്നാലും 4 മണി ആകുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കി വെച്ച് അടുപ്പയിട്ടൊക്കെ വെച്ചേക്കുവാണെങ്കിൽ അവിടെ നിന്ന് വെന്തോളൂല്ലോ. ഞാൻ കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോണേ. അതെങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ചക്ക സാധാരണ ഞാനിങ്ങനെ എടുത്ത് വെച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചാണ് എടുക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നില്ല. ഇതിലേക്കിട്ട് തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ഈ മിക്സിയും കാര്യങ്ങളും ഒക്കെ ആയത്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ കുഞ്ഞിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിച്ചിട്ടുള്ള ഞാൻ അമ്മ വീട്ടിൽ ചെന്നപ്പോഴാണ്. അമ്മ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലാവും അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഉണ്ട് അവിടെ പറമ്പിൽ. പേര, ചാമ്പ എല്ലാം ഉണ്ട്. അപ്പം അവിടെ ഈ വരിക്കയും കൂഴിയും എല്ലാ സൈസ് ചക്കപ്പഴം ഉണ്ട്.
ഈ കൂഴച്ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂഞ്ഞിയെ പിടിച്ചിങ്ങി വലിച്ചാൽ മതി. അത് ഫുള്ള് ഇനി പോകുന്ന ചുള മാത്രമായിട്ട് അവിടെ ഇരിക്കും. ഞാൻ ഇതങ്ങനെയാണ് എടുത്തത്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അന്നേരം ഓർത്ത് പണ്ട് വീട്ടിലൊക്കെ അരിക്കുന്ന സമയത്ത് അമ്മച്ചി ഇങ്ങനെ എന്നിട്ട് അത് ഇങ്ങനെ നിവൃത്തിയൊരു വെപ്പുണ്ട് മടൽ എന്നിട്ട്, അന്നേരം നമുക്ക് ഓരോ ചുള വീതം പെറുക്കി പെറുക്കി കഴിക്കാം. പിന്നെ വെച്ചാൽ ഈ കൂഴച്ചക്കയ്ക്ക് ഒരു പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് തൊണ്ടയിൽ പോകാൻ പെട്ടെന്ന് ഇതാണ് തൊണ്ടയിൽ പോകും. ഇത് ഇങ്ങനെ നൂല് പോലെ ഇരിക്കുന്നത് വരിക്കച്ചക്ക മാതിരിയല്ല. ഇവിടെ കണ്ണൻ കഴിക്കത്തില്ല കൂഴച്ചക്ക. കണ്ണൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാണ്, ഇവിടെ താമസിച്ച സമയത്ത് വരെ കൂഴച്ചക്കപ്പഴം കിട്ടി. ഞാൻ അന്നേരം പറഞ്ഞ തൊണ്ട കുരുങ്ങും, ഇച്ചിരിയും കഴിക്കേണ്ട. അവൻ ഒരു ചുള എടുത്ത് വായിലോട്ടിട്ട് ഇറങ്ങും, അതും ഇല്ല, തൊണ്ട കുരുങ്ങി കൊച്ചു കണ്ണും എല്ലാം കൂടെ മേടിച്ച്. ഞാൻ പിന്നെ പെട്ടെന്ന് നമ്മളെ ഒരു ഇതുണ്ട് ഇങ്ങനെ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് കമത്തി പിടിച്ച് തട്ടി കൊടുത്തപ്പോഴത്തേക്ക് വായിന്ന് പെട്ടെന്ന് അതങ്ങ് തെറിച്ച് പോയി കേട്ടോ. അപ്പം ഞാനും ഒരു നിമിഷം ശരിക്കും പേടിച്ച് പോയി. നെഞ്ചിൻ്റെ ഇവിടെ നമ്മൾ ചേച്ചി ഇങ്ങനെ ഉള്ളിലോട്ട് തട്ടി കഴിയുമ്പോഴത്തേക്ക് പുറത്ത് നിന്നിങ്ങനെ തട്ടിയപ്പോഴത്തേക്ക് അതിങ്ങി പോയി. ഞാനും ശരിക്കും പേടിച്ച് പോയി. കൊച്ചു കണ്ണും എല്ലാം കൂടെ തള്ളി ഭയങ്കര ഇതായിപ്പോയി. അങ്ങനെ കൂഴച്ചക്കപ്പഴത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്കിതിപ്പം കുറച്ചല്ലേ, കുറച്ച് വെച്ചാൽ അനിയത്തി ചെയ്യുമ്പോൾ അവൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവൾ ഇങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മളിവിടെ ചക്കയൊക്കെ എടുക്കുന്നത്. നമുക്കിവിടെ ഇതില്ലെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇന്ന് രാവിലെ വിളിച്ച് വന്ന് കൂഴച്ചക്കപ്പഴം ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നേ. അന്നേരം ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചു. അന്നേരം എനിക്ക് തീരെ വയ്യായിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ എടുക്കാനോ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് എന്നാലും ഉണ്ടാക്കി കൊടുത്തേക്കാം. ഇതൊക്കെ നമുക്ക് അപൂർവങ്ങളിൽ കിട്ടുന്ന സാധനങ്ങളാണ്, എപ്പോഴും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഞാനത് മിക്സ് ചെയ്യട്ടെ. നല്ലപോലെ ഇതുണ്ടോ ഇങ്ങോട്ട് കുഴച്ചെടുക്കണം. ഞാൻ വെച്ചാൽ തേങ്ങയും കൂടി ഇട്ടും കുഴക്കാനും കിട്ടില്ല. നമുക്കത് ഒരു പിടുത്തം കിട്ടും ഇതിനോട്ട്. അന്നേരം നമുക്ക് കുഴക്കാൻ പറ്റും നല്ലപോലെ. തേങ്ങയുടെ ആ ഒരു തേങ്ങാപ്പാലും കൂടെ ഒക്കെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങുകയും ചെയ്യും. ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും. നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് തേങ്ങയും കൂടി ഇട്ടിങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് ഒരു ഗ്രിപ്പ് കിട്ടും അത് പിടിക്കാനായിട്ട്. അല്ല തെന്നി അങ്ങ് പോകും. കറണ്ട് പോയി. ഇത്രയും നേരം എന്നാണോ കറണ്ട് പോകാത്തത് എനിക്ക് ഓർത്തോർത്ത് നിൽക്കുമായിരുന്നു. നമ്മുടെ ചക്ക ഇതുണ്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കാനൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചക്ക ഒരു ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കടിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടെ അങ്ങ് ഒന്നിച്ചായി പോയിട്ടുണ്ടല്ലോ, നമുക്ക് ചക്ക ഇതിനകത്ത് ചേർത്തത് കിട്ടുകയില്ല. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചക്ക ചേർത്തത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയല്ല ഏലക്ക പൊടിച്ചതിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് ശകലം ജീരകം കൂടെ ചേർക്കണം. ജീരകം അപ്പുറത്താന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഇനിയൊന്ന് വെട്ടം ശരിക്കും കുറവാന്ന് തോന്നുന്നു അല്ലേ, നല്ലപോലെ വെട്ടം കുറവാണ്. ശകലം ജീരകം പൊടിയാണ് ചേർക്കുന്നത്. എൻ്റെ ജീരകപ്പൊടിയാണ് അവിടെ. ജീരകം ചേർക്കുന്നതല്ല, ഒട്ടും വെട്ടം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അന്ധകാരത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ക്യാമറ മാറ്റി വെക്കണോ? ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മുടെ ഏലക്കായും ജീരകവും തേങ്ങയും എല്ലാം ഇട്ട് നല്ലപോലെ കുഴച്ചു. ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനിയും കൂടെ കൂട്ടി ചേർക്കാം. ഞാനെല്ലാം അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ ഉച്ചയ്ക്ക് എടുത്ത് വെച്ച് കാര്യം അല്ലെങ്കിൽ ചൂടാറിയില്ല നമുക്കിട്ട് കുഴയ്ക്കാൻ പാടാം. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഒത്തിരി നേരം ഞാൻ കുഴച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്ക് കുടുംബം ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചത്. അത് വെട്ടം കൂടെ കുറവാണ്. ഞാൻ കുഴച്ചെടുത്തേച്ച് കാണിക്കാവേ. അങ്ങനെ ഞാൻ ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ഇതായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടി ഉണ്ട്. അരിപ്പൊടി ചേർക്കണ്ട, ഞാൻ ഗോതമ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ഉണ്ട്, അരിപ്പൊടി ചേർക്കാം. ഞാൻ അതിനകത്ത് ഗോതമ്പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ടൊന്ന് ഇളക്കി എടുക്കണം. അല്ലെങ്കിൽ കട്ട കെട്ടി കിടക്കുകയും നമ്മൾ കുറേശ്ശെ ഇട്ട് ഇളക്കിയില്ലെങ്കിൽ മൊത്തം കൂടി ഇട്ട് ഒത്തിരി ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് കട്ട കെട്ടി കിടക്കും. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ഇട്ടൊക്കെ ഒന്ന് ഇളക്കി എടുക്കട്ടെ. ഇവിടെ മാവെല്ലാം നല്ലപോലെ കുഴച്ച് കേട്ടോ. ഇതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് ഇല പരത്തിയെടുക്കാൻ എളുപ്പമാണ്. അപ്പം മാവ് കുഴച്ചെടുത്തു. ഇനി നമുക്കിത് പരത്തി ഉണ്ടാക്കാനായിട്ടാണ് ഇലയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കറണ്ട് ഇതുവരെയും വന്നില്ല കേട്ടോ. നല്ല മഴയാണ് ഇപ്പോഴും, കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ
ചക്കയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇത് നല്ലപോലെ ഉണ്ട് കേട്ടോ. എന്നാ വെച്ചാൽ ഈ ഒറ്റ ബൾബേ ഉള്ളൂ. ആ ഒരു ബൾബിൻ്റെ ഇത് വെച്ച് അവിടുന്ന് നിഴൽ ഇതാകും. ഒരേല തന്നെ ഇങ്ങനെ രണ്ടിതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി വലുതായിട്ട് ഉണ്ടാക്കുമ്പോണ്ടല്ലോ നമുക്ക് ആ എടുത്ത് കഴിക്കാനൊരു സുഖം തോന്നത്തില്ല. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ ഞാൻ പരത്തിയത് കണ്ടില്ലെന്ന് തോന്നുന്നില്ലേ. ഞാൻ ഈ പരത്തുന്നതിൽ മാത്രം ശ്രദ്ധിച്ചതാണ്. ഇതിലേക്ക് ഒരു സൈഡിൽ ഇത്രയും ഇങ്ങനെ നീളത്തിലാണ്, ഞാൻ ഒരുപാട് വീതിയിലല്ലേ ഇല എടുത്തേക്കുന്നത്, നീളത്തിലെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടങ്ങ് അമർത്തും. മഴ ആയതുകൊണ്ടായിരുന്നു കേട്ടോ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വട്ടയിലൊക്കെ എടുത്തായിരുന്നു. വട്ടയിലൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. കുമ്പളപ്പമാണ്, കുമ്പളയിലാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ ഇല്ലാതിപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇങ്ങനെ ഇങ്ങോട്ടും കൂടെ മടക്കി ഇതെടുത്ത് വെക്കണം. രണ്ടാമത്തെ ഞാൻ അങ്ങനെ ഞാൻ തോന്നി കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതിങ്ങനെ ഒരിത് ഇവിടോട്ട് ഇടയ്ക്കകത്ത് വെച്ച് തിരിച്ച് ഇങ്ങനെ രണ്ടിതായിട്ട് ഇങ്ങനെ മടക്കി എടുത്തേക്കുന്നത്. ഞാനിത് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. മാവ് കുഴയ്ക്കാൻ തുടങ്ങിയപ്പം തന്നെ കറണ്ട് വന്നു കേട്ടോ. നമ്മളെ മാവ് കുഴയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അടുപ്പിലോട്ട് ഞാൻ വെള്ളം വെച്ചായിരുന്നു കേട്ടോ. വെള്ളം വെച്ച് അതവിടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസിലല്ല അടുപ്പയിലാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മനസമാധാനമായിട്ട് വല്ലതും ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പേ കത്തിച്ചാൽ മനസമാധാനത്തോടുകൂടി ഇത് ചെയ്യാൻ പറ്റുന്നത്. ഗ്യാസിലാകുമ്പോഴത്തേക്ക് ഒത്തിരി നേരം ഇരുന്ന് വേഗം വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അയ്യോ ഗ്യാസ് തീരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷനാണ്. അപ്പം ഇങ്ങനെ മടക്കി അപ്പം ഇത്രയും ഞാനൊന്ന് അടുപ്പയിലോട്ടൊന്ന് വെക്കട്ടെ. അടുപ്പയിലെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് കേട്ടോ, നല്ലപോലെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ തിരിച്ചും മുറിച്ചൊക്കെ ആയിട്ടൊന്ന് വെക്കട്ടെ. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് കൂടെ പരത്തിയെടുക്കാം. മഴ നല്ലപോലെ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഇത് വേണ്ടി ഞാൻ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്തേച്ച് അടുത്തത് വേകാനായിട്ട് വെക്കണം. അടുത്തത് ഇനി നമുക്ക് അരപ്പയിലോട്ട് വെക്കാവേ. ഒത്തിരി തിക്കി നിറച്ച് വെച്ചാണ്ടല്ലോ വേഗത്തില്ലെന്നേ. കുറച്ച് സൈഡ് വേഗം കുറച്ച് സൈഡ് വേഗമായിരിക്കും. അതേ സമയം കുറേശ്ശെ നമ്മൾ വെച്ച് വേവിച്ചെടുക്കാൻ കേട്ടോ നല്ലപോലെ ആവി ഇതിനകത്തോട്ട് കയറും. നല്ല മഴയാണ്, ഇതുവരെ മഴ തോർന്നിട്ടില്ല. നല്ല ഇടിയും മഴയും നല്ലൊരു കാലാവസ്ഥ. അങ്ങനെ നമ്മുടെ 4 മണിക്കത്തേക്കുള്ള ചക്കയുടെയും കട്ടനും ഒക്കെ റെഡിയായി കേട്ടോ. ഇനി എല്ലാവരും വിളിക്കട്ടെ, എല്ലാവരും ഉച്ചമയക്കത്തില്ല. 4 മണിയായി. ഇനി എല്ലാവരും വിളിച്ചൊക്കെ എണീപ്പിച്ച് കഴിക്കാനൊക്കെ തുടങ്ങാൻ പോകുവാണ്. ഇപ്പം നമ്മുടെ ഇലയുടെ ഓർമ്മ ഞാനെടുത്ത് നോക്കിയേ, ശകലം ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ചക്കപ്പഴത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചക്കപ്പഴത്തിൻ്റെ ഏലക്കയുടെയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ കുമ്പളേന ആയിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ലതായിരുന്നേ. ആ വാഴയിലയുടെ ടേസ്റ്റ് നല്ലപോലെ ഉണ്ട് കേട്ടോ. നാളെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരെയും വിളിച്ച് തീർക്കട്ടെ.
എല്ലാവരും വിളിച്ച് എല്ലാവർക്കും ഇനി കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. കണ്ണൻ കുറേ നേരം കൊണ്ട് ചോദിക്കണം. കണ്ണനും എനിക്ക് ഉച്ചയുറക്കമൊന്നുമില്ല കേട്ടോ. അവനും ഉറക്കമില്ല, എനിക്കും ഉറക്കമില്ല. ഇവിടെ അച്ഛനും ചേട്ടനാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് അന്നേരം ഒരു ഉറക്കമുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും ഉറക്കമില്ല. അത് ചുമ്മാ ഇങ്ങനെ എങ്ങനെ നടക്കത്തുള്ളൂ. അപ്പോൾ അവൻ 2 പ്രാവശ്യം വന്ന് ചോദിച്ചു ശരിയായോ, റെഡി ആയോ, കഴിക്കാറായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് വിളിച്ച് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. വെളിയിൽ നല്ല മഴയാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അടുക്കള വെന്തൊരുവാണ്, ഭയങ്കര ആവിയാണ്, വേർത്ത് കുളിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. ചക്കയപ്പോട്ടാക്കൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിലും ഫ്രണ്ട്സിനോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഞാൻ എല്ലാവരും വിളിച്ചൊക്കെ എണീപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. നല്ല മഴയാണ് ഇപ്പം. ഈ ചൂട് ചക്കയപ്പം പിന്നെ ചൂട് കട്ടൻ കാപ്പിയും കൂടെ കുടിക്കുകയും കൂടെ ചെയ്യുമ്പം ഒരു പ്രത്യേക രുചിയാണ്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചൂടോടുകൂടി അവർക്ക് കൊടുക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.